മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വചനം. ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നാളുകൾ കൊണ്ട് ഒരു പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ദൈവസന്നിധിയിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ദിവസം അവർ ആലയത്തിനകത്ത് പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആര് പ്രാർത്ഥിച്ചോ, എന്ത് വിഷയത്തിന് പ്രാർത്ഥിച്ചോ, ആ പ്രാർത്ഥനയുടെ മറുപടിയുമായി പ്രാർത്ഥന മുറിയിൽ ദൈവം ഇറങ്ങി വന്നിട്ട് ദൈവം സംസാരിച്ച വചനമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ആരാണ് പ്രാർത്ഥിച്ചത്? സക്കറിയ. ആരാണ് പ്രാർത്ഥിച്ചത്? എലിസബത്ത്. എന്തായിരുന്നു അവരുടെ പ്രാർത്ഥനാ വിഷയം? അവർ വിശ്വസ്തരും നീതിമാന്മാരുമായിട്ടും നേരുള്ളവരായിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്കൊരു തലമുറയോ ലഭിക്കുന്നില്ല. അതായിരുന്നു പ്രാർത്ഥനാ വിഷയം. ആ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിച്ചത് പ്രാർത്ഥന അന്തരീക്ഷത്തിന്റെ നടുവിലാണ്. ഇവിടെയും ഒരു സന്ദേശമുണ്ട്. മറുപടി കിട്ടാത്ത ധാരാളം പ്രാർത്ഥനകൾ നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ കിടപ്പുണ്ട്. ആ പ്രാർത്ഥനയുടെ എല്ലാ മറുപടി എപ്പോഴെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: പ്രാർത്ഥന അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. മറുപടി കിട്ടാത്ത വിഷയങ്ങളുമായിട്ടാണ് ഇന്ന് വചനം കേൾക്കുന്നതെങ്കിൽ നിന്റെ വീട് ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക. നിന്റെ സഭ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക. നിന്റെ വ്യക്തിപരമായ ജീവിതം ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക. ആ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ദൈവശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന ഓരോ മനുഷ്യരും ചിന്തകളും സംസാരങ്ങളും പ്രവർത്തികളുമെല്ലാം തികഞ്ഞ ദൈവസാന്നിധ്യത്തിലാക്കണം. ആര് ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞു ജീവിക്കുമോ അവരാണ് ഏറ്റവും കൂടുതൽ വിടുവിക്കപ്പെടുന്നതും ദൈവശബ്ദം കേൾക്കുന്നതും. ഇവിടെ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അവരുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തം നിവർത്തി ദൈവം വെളിപ്പെടുത്തി തരുക. ഇന്ന് ഈ വചനം കേൾക്കുമ്പം ചിലരോടൊക്കെ ദൈവം സംസാരിക്കുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ ദിവസങ്ങളിൽ ഉത്തരമുണ്ട്. എവിടെ നിന്ദിക്കപ്പെട്ടോ, എവിടെ അപമാനിക്കപ്പെട്ടോ, എവിടെ തലകുനിച്ചോ അവിടെ മറുപടിയും കൈപ്പിടിച്ചോണ്ട് നീ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. നമുക്കൊന്നിച്ച് ആ ദൂതിന് ആമീൻ പറയാം. ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അവരുടെ പ്രാർത്ഥനയുടെ ഉത്തരം ഈ ദിവസങ്ങളിൽ അവരിലേക്ക് വെളിപ്പെട്ടു വരട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച ദൈവകരത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ്, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ ദിവസങ്ങളിൽ ഉത്തരമുണ്ട്. അത് കാണാം, പ്രാപിക്കാം, അനുഭവിക്കാം. God bless you.